ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഭയങ്കര ബിസി ആയിനി, കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിനി കൂട്ടത്തിൽ, പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാണ്ടായിനി. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ മിഫുന് നല്ല പനിയാണ് കേട്ടോ. രാവിലെ നീച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പനിയാണ്. അപ്പോൾ ഞാൻ സാധാരണ പനിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മരുന്നൊക്കെ കൊടുത്തു. അവൾക്ക് അങ്ങനെ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ പനിക്കലുണ്ട്. അപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാനൊക്കെ മരുന്നൊക്കെ കൊടുത്തോളം ഉറക്കിയതിന് ശേഷമാണ് ഞാൻ അടിക്കാനൊക്കെ ഇരുന്നത്. കുറേ ഡ്രസ്സ് ഇന്നലെയും ഇന്നും നാളെ ആയിട്ട് ഇങ്ങനെ അടിച്ച് തീർത്തതാണ്. പ്രാവശ്യം ഓണം റബി ലെവലൊക്കെ ഒപ്പല്ല വരുന്നത്. അപ്പോൾ അതിനൊക്കെ എല്ലാ ഡ്രസ്സാണ് കേട്ടോ അടിക്കുന്നത്. അല്ലാത്ത വീട്ടിലിടാനുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ തുടങ്ങിയ പനി വൈകുന്നേരമായിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. മോൾക്ക് ഞാൻ കുറേ മരുന്ന് കൊടുത്തിട്ടൊന്നും ഒരു എഫക്റ്റും ഇല്ല. ഒരു ഇത്തിരി പോലും പനി കുറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മരുന്നിൻ്റെ ക്ലിനിക്കിൽ കൊടുക്കുന്നതേനി കേട്ടോ. അപ്പോൾ അവിടുന്ന് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 100ൻ്റെ മേലെ ഉണ്ടായിനി. അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് പറഞ്ഞില്ലേ, ആഗസ്റ്റ് 14 തീയതിയാണ് കേട്ടോ ഈ പനി തുടങ്ങുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള പനിയാണെന്നാണ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത്. മരുന്ന് കൊടുത്താൽ മാറുന്നില്ലത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നോർമലാണെന്ന്. കാരണം മോള് തീരെ സഹിക്കാൻ പറ്റാതെ ഇരിക്കാനും കടക്കാനും ഒക്കെ കഴിഞ്ഞില്ല. ഇനി ഭയങ്കര വേദനയൊക്കെ ഉള്ള പോലെ. ഇനി അപ്പോൾ തിരിച്ച് പോയപ്പോൾ ഞങ്ങൾ മക്കൾസിന് ഫ്ലാഗും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. നാളെ ആഗസ്റ്റ് 15 എല്ലാം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി. അപ്പോൾ രാവിലെ ആയപ്പോൾ മിലുവിനും പനി തുടങ്ങിയിട്ടോ. അവളോട് ഞാൻ കുറേ പറഞ്ഞതാണ് സ്കൂൾക്ക് പോകണ്ടാന്ന്. പക്ഷേ അവൾ വാശി പിടിച്ചാണ്ട് സ്കൂൾക്ക് പോയിട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വന്നതേ ഒക്കെ ഓർമ്മയുള്ളൂ. പിന്നെ അവൾ കടക്കിന് നീച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര വേദന ആവാണ്, തല വേദന ആവാണ്, കാല് വേദന ആവാണ്. പനിയാണെങ്കിലോ ഹൈ ടെമ്പറേച്ചർ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെയും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് 2 ആളും കൂടി കൊണ്ടുപോവാണ്. തലേ ദിവസം ഇപ്പോൾ തീരെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉറക്കം വെച്ചാൽ ഭയങ്കര തലവേദനയും പിന്നെ ശരീരം ഫുള്ള് വേദന ആവോലപ്പം കടന്നിട്ട് എനിക്കും അതിൻ്റെ എഫക്റ്റ് ഒക്കെ കിട്ടീനി. എനിക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ കുഞ്ഞു മക്കൾക്ക് സഹിക്കാൻ പറ്റണേ. അങ്ങനെ ഡോക്ടർ കാണിച്ചപ്പോഴാട്ടോ അത് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞത്. ഈ ഒരു പനി വേറെ ആർക്കും വരാതിരിക്കട്ടെ, നമ്മളെ ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രക്കും വേദനയും അത്രക്കും അസഹനീയതയാണ് കേട്ടോ ഈ പനിക്ക്. ഇപ്പോൾ മക്കൾക്ക് രണ്ടാക്കും ഹൈ ടെമ്പറേച്ചർ ആയിട്ടോ. ഒരാൾക്ക് 109 ഒരാൾക്ക് 105 ആയിട്ടോ. പനിക്ക് മരുന്ന് കൊണ്ടൊന്നും ഒരു എഫക്റ്റ് ഇല്ല കേട്ടോ. അത് അതിൻ്റെ ദിവസം കഴിയാതെ മാറിപ്പോകുക പോലും ഇല്ല. ശരീരമൊക്കെ ഭയങ്കര വേദനയ്ക്കാരം. പനി മാറിക്കഴിഞ്ഞാൽ നല്ല ചുമയും കാര്യങ്ങളും അതും ഉണ്ടാകും. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 1-1.5 ആഴ്ച എടുത്തു ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പനി ഉണ്ടായാലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ഇല്ലാത്തവർ ഇനി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.